കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ, അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ ഈ കോളിഫ്ലവർ ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കളർ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വെന്ത് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒഴിച്ച ഓയിൽ മുഴുവൻ ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ചരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവറും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അതങ്ങനെ ഇരിക്കട്ടെ. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, കറിവേപ്പില, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, തൈര് ഇത്രയും കൂടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇനി ഇത് ഈ കോളിഫ്ലവറിലേക്ക് ചേർത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഇത്രയും കൺസിസ്റ്റൻസി ആവശ്യമുണ്ട്. അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുറുകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതിന് താളിക്കാനായിട്ട് ഉലുവ, കടുക്, വറ്റൽ മുളകിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില താളിച്ചൊഴിക്കുക. ഈ ഓണത്തിന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്